الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തനും പരമപരിശുദ്ധനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള മാസമാണ് ശഅബാൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ചില ആളുകൾ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഈ മാസത്തെ എന്തെല്ലാമോ ദിക്റുകളും സ്വലാത്തുകളും ഇബാദത്തുകളുമാക്കി കഴിച്ചു കൂട്ടുകയും മറ്റൊരു വിഭാഗം ആളുകൾ ഒരു പ്രാധാന്യവുമില്ലാത്ത വെറും ഒരു മാസമാണ് എന്ന രൂപത്തിൽ ഈ മാസത്തെ കാണുകയും ചെയ്യുന്ന രണ്ടു പ്രവണതകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ രണ്ടിൽ നിന്നും മധ്യത്തിലാണ് നിലകൊള്ളുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. അതൊരു മാസമാണ്. ശഅബാൻ എന്നത് ഒരു മാസമാണ്. ആ മാസത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അഥവാ നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ പല വിധത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. നാം കഴിഞ്ഞ ഖുതുബയിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ അതിന്റെ ഏറ്റവും അങ്ങേ തലക്കലുള്ള സിദ്റത്തുൽ മുൻതഹായിലേക്ക് ഭൂമിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, അമലുകളെല്ലാം ഉയർത്തപ്പെടുന്നുണ്ട്. ആ ഉയർത്തപ്പെടൽ 3 വിധത്തിലാണ് ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ദൈനംദിനം നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ ഓരോ ആഴ്ചകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. വർഷത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വ അമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. നിങ്ങളുടെ രാത്രിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി പകൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പകലാകുന്നതിന് മുമ്പായി രാത്രിയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഓരോ ദിവസവും 2 നേരങ്ങളിലായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, തുറമുൽ അഅ്മാലു അലല്ലാഹി യൗമൽ ഇത്നൈനി വൽ ഖമീസ്. ആഴ്ചയിൽ 2 തവണകളിലാണ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഇങ്ങനെ 2 തവണകളിലായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. മൂന്നാമതായി നാം ഇപ്പോൾ പറഞ്ഞ ഒരു മാസത്തിലൊരിക്കൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അത് എന്ന്. അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അതിന്റെ മൂല്യം കണക്കാക്കി അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നു. ചിലതങ്ങോട്ട് കയറൂല. നമ്മൾ പറഞ്ഞില്ല, ചില നമസ്കാരങ്ങളൊക്കെ ആകാശത്തിന്റെ കവാടത്തിലെത്തുമ്പോ അവിടെ നിന്ന് മുകളിലോട്ട് കയറില്ല, അത് വലിച്ചെറിയപ്പെടും അവിടെ നിന്ന്. കാരണം അതിന് വേണ്ട പല ഷർത്തുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ ഇല്ലാത്തതിന്റെ പേരിൽ പല അമലുകളും അങ്ങോട്ട് കയറുകയില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ശഅബാൻ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്തറ മിൻ ശഅബാന ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനേക്കാൾ അധികമായി ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ആ ശഅബാൻ മാസത്തിൽ മുഴുക്കെ, കുല്ലഹു എന്നതിന് മുഴുവൻ ഔ ഗാലിബൻ എന്നാണ് മുഹദ്ദിസുകളായ ആളുകൾ അർത്ഥം പറഞ്ഞത്. അഥവാ മാസം മുഴുവനും എന്നല്ല, അതിന്റെ ഏറെക്കുറെ മിക്കവാറും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീബിയിൽ ധരിക്കുന്ന ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ വലമ്മറ സ്വാഇമൻ മിൻ ശഹ്രിൻ ഖത്തു അക്തറ മിൻ സിയാമിഹി മിൻ ശഅബാൻ. അന്ന് ശഅബാനിൽ നോമ്പ് നോൽക്കുന്ന അത്രയും മറ്റു മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞിട്ടുള്ള മറുപടി, ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഫൗഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വാഇമുൻ. നോമ്പുകാരനായിരിക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഈ മാസത്തിന്റെ ഒരു അവസ്ഥയായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ മാസം എന്ന് പറയുന്നത് ഇത് ആളുകൾ ഗഫലത്തിലായി പോകുന്ന ഒരു മാസമാണ്. ذلك الشهر يغفل الناس عنه بين رجب ورمضان. റജബിന്റെയും റമളാനിന്റെയും ഇടയ്ക്ക്, കഴിഞ്ഞത് റജബായിരുന്നു, അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള ഒരു മാസമാണ് റജബ് എന്ന് പറയുന്നത്. അടുത്തത് റമളാനുമാണ്, അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിനിടയ്ക്ക് ആളുകൾ അശ്രദ്ധരായി പോകുന്ന, ഗഫലത്തിലായി പോകുന്ന, ലാഘവത്തോടു കൂടി കാണുന്ന ഒരു മാസമാണ് റമളാൻ. ഈ ശഅബാൻ എന്ന പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ ഫൗഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വാഇമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ആ മാസം വന്നാൽ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം സമയങ്ങൾക്ക്, ദിവസങ്ങൾക്ക്, അവസരങ്ങൾക്ക് ഒക്കെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങളെയും സമയങ്ങളെയും സംബന്ധിച്ച് നാം ബോധവാന്മാരാവുകയും ആ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം ഗഫലത്തിലാവുക എന്ന ഒരു അവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. വിശ്വാസപരമായ ജീവിതം നയിക്കുമ്പോൾ അതിലൊരു അശ്രദ്ധയുണ്ടാവുക,
ഒരു ലാഘവത്വം കാണിക്കുക, ഒരു വില വെക്കാതിരിക്കുക എന്ന ഒരു അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് ജനങ്ങൾക്ക് വിചാരണ വളരെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ അടുത്ത, വളരെ പെട്ടെന്ന് ആണ് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും നമ്മുടെ മഹല്ലിൽ 2 മരണങ്ങൾ സംഭവിച്ചു. വളരെ പെട്ടെന്നാണ്, നിലച്ചിരിക്കാത്ത, വിചാരിക്കാത്ത സമയത്താണ് അങ്ങനെ മരണം സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതരായ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് സമാധാനം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമ്മളൊക്കെ ഏതൊരവസ്ഥയിലാണ് മരണം ഭരിക്കുക എന്ന് നമുക്കറിയില്ല. വഹും ഫീ ഗഫ്ലത്തിൻ, പക്ഷേ ആളുകളെ ശ്രദ്ധയിലാണ്, നെട്ടോട്ടത്തിലാണ്, പരക്കം പാച്ചിലാണ്, ദുനിയാവുണ്ടാക്കുന്ന തിരക്കിലാണ്. നമസ്കരിക്കാൻ അവർക്ക് സമയമില്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ അവർക്ക് നേരമില്ല, മറ്റ് നല്ല കർമ്മങ്ങളിൽ പങ്കാളിയാകാൻ അവർക്ക് സമയമില്ല. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്ന് ഖുർആൻ പറയുകയാണ്, അശ്രദ്ധയിലാണ് എന്ന്. അതുപോലെ നാളെ നമ്മൾ പരലോകത്തെത്തുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുള്ള ഒരു രംഗം ഖുർആൻ ഞാൻ ഓതി വെച്ച ആയത്തിൽ പറയുന്നത് കാഹളത്തിൽ ഊതപ്പെടുന്ന ആ ദിവസം, ഖിയാമത്തുണ്ടാകുന്ന ഒരു ദിവസം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകിയിട്ടുള്ള ദിവസമാണ്. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വ ഷഹീദ്. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു തെളിച്ചു കൊണ്ടുവരുന്നവനും സാക്ഷിയുമായി കൊണ്ട് നമ്മളൊക്കെ ഹാജരാക്കപ്പെടും. അള്ളാഹിന്റെ അടുക്കലേക്ക് നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടുകയാണ്. എന്നിട്ട് അള്ളാഹു ഒരു പക്ഷേ നമ്മളോട് പറയും, ഇതിനെപ്പറ്റി നീ ഗഫ്ലത്തിലായിരുന്നു, അശ്രദ്ധയിലായിരുന്നു. ഇങ്ങനെ ഒരു ദിവസമുണ്ട്, അത് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വർഗ നരകങ്ങളുണ്ട്. ഈ വിഷയത്തെപ്പറ്റി നീ അശ്രദ്ധയിലായിരുന്നു. ഇപ്പോഴിതാ നിന്റെ ഈ അശ്രദ്ധയുടെ, നിന്റെ ആ മൂടി നമ്മളങ്ങ് നീക്കിക്കളയുകയാണ്. നിന്ന് നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയുണ്ട്, നോക്കി കണ്ടോ. ഇതിന്റെ ഗൗരവം എത്രയാണ്, നീ ഒരുമിച്ച് കൂടിയ ഈ സ്ഥലത്തിന്റെ ഗൗരവം എത്രത്തോളമുണ്ട്, നീ അത് എത്രമാത്രം ഗൗരവത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഓർക്കേണ്ടതായിരുന്നു എന്നത് നീ ഇവിടെ വെച്ച് നോക്കിക്കണ്ടോ. ഇപ്പോ അന്ന് നീ ഗഫ്ലത്തിലായി പോയി. അങ്ങനെ ഒരു ഗഫ്ലത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഖുർആൻ പറഞ്ഞു, അതുപോലെ നീ അശ്രദ്ധരായ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി അള്ളാഹുവിലേക്ക് എത്തുന്ന ആ കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പറഞ്ഞിടത്ത് മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ആരെങ്കിലും പ്രതാപം, ഐശ്വര്യം, ഉയർച്ച അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനാകുന്നു സർവവിധ ഇസ്സത്തുമുള്ളത്. നല്ല കലിമത്തുകൾ അവനിലേക്ക് ഉയർന്നു പോകുന്നു. അതുപോലെ നല്ല പ്രവർത്തനങ്ങളും അവനിലേക്ക് ഉയർന്നു പോകുന്നു. അപ്പോ ഈ മാസത്തിലും മറ്റു സമയങ്ങളിലും എല്ലാം അങ്ങനെയാണെങ്കിലും ഈ മാസത്തിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അധികമാകാൻ, നോമ്പുകൾ അധികമായി പിടിക്കാൻ, അത് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസങ്ങൾ, അതല്ലാത്ത മറ്റു ദിവസങ്ങൾ ഒക്കെ നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. അങ്ങനെ അള്ളാഹുവിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടാനുള്ള ആ അവസരങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കയറിപ്പോകണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ മാസം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രവാചകൻ ഒരു നിവചനത്തിലൂടെ പറയുന്നു, നമ്മളെയൊക്കെ രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും അവർ സന്ധിക്കുന്നു.
ഈ രണ്ട് മലായിക്കത്തുകൾ സുബൈക്ക് വരുന്ന അതുപോലെ അസറിന് വരുന്ന ഷിഫ്റ്റ് ആയിക്കൊണ്ട് ഇറങ്ങി വരുന്ന ആ മലക്കുകൾ അവർ രണ്ടു കൂട്ടരും ആ സമയങ്ങളിൽ സന്ധിക്കുകയാണ്. പിന്നെ നിങ്ങളിൽ ഉണ്ടായിരുന്ന പകൽ താമസിച്ചവർ മുകളിലോട്ട് ചെല്ലുമ്പോ അല്ലെങ്കിൽ രാത്രി താമസിച്ചവർ മുകളിലോട്ട് ചെല്ലുമ്പോ അള്ളാഹു അവരോട് ചോദിക്കുന്നു. അള്ളാഹ് അവരെ കുറിച്ച് നന്നായിട്ടറിയാം, എന്നിരുന്നാലും ചോദിക്കുന്നു, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോന്നത്? അവരെ എങ്ങനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്? നിങ്ങൾ പോരുമ്പോ ഏതൊരവസ്ഥയിലാണ് അവർ ഉള്ളത്? അപ്പൊ ഫയഖൂലൂൻ, ആ മലായികത്തുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വആതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ചെന്നപ്പോൾ നിസ്കരിക്കുക, പോരുമ്പോഴും നിസ്കരിക്കുക. സുബൈന്റെ മലക്കുകൾ വരുന്ന സമയത്ത് ആ സുബൈ നമസ്കാരത്തിലാണ്, അല്ലെങ്കിൽ അസർ നമസ്കാരത്തിലാണ്, ഏതെങ്കിലും ഒരു നമസ്കാരത്തിനായിക്കൊണ്ടാണ് രണ്ട് ഷിഫ്റ്റിലുള്ള മലായികത്തുകളും ഇവിടെ നിന്ന് അള്ളാഹുവിന്റെ അടുക്കലേക്ക് റിപ്പോർട്ടുകളുമായി കാറിച്ചെല്ലുന്ന സമയത്ത് ആ മലായികത്തുകൾ കാറിപ്പോകുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാവണം നമ്മളും സുബഹ് നമസ്കരിക്കുക. ഈ രണ്ട് സമയങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഒന്ന് സുബഹിന്റെ സമയമാണ്, ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന മഹല്ലുകളിൽ പോലും സുബഹ് ജമാഅത്തുകളിന് എത്ര ആളുകളുണ്ട് എന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ ആ ജമാഅത്തിൽ പങ്കെടുക്കാറുണ്ടോ? പക്ഷെ പുറമുള്ള നിസ്കാരം ഒറ്റയ്ക്ക് നിസ്കരിക്കണ ഈ മലക്കളെ കണക്കപ്പെട്ടില്ല. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന അവരെ കുറിച്ചാണ് പറയുന്നത്. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാകുമോ? പരിശോധിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ മാസത്തെ പ്രത്യേകമായി നാം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. റമളാനിലേക്കുള്ള ഒരു പരിശീലനം കൂടിയായി നാം ഇതിനെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുകൂട്ടുവാനുള്ള അവസരം, ആ അവസരം ഏറ്റവും നല്ലത് റമളാൻ കഴിഞ്ഞ് പിന്നീട് തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഏതാണോ ഏറ്റവും സൗകര്യപ്രദം അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരു വർഷം വരെ നമ്മൾ കാത്തിരിക്കുകയാണ് എങ്കിൽ ഈ ശഅബാനിൽ ആയിഷ ബിബി റളിയല്ലാഹു തആല പറഞ്ഞത്, കാന യകൂനു അല സ്വൗമി മിൻ റമളാൻ വമാ അസ്തതിഉ അൻ അഖ്ദിഹി ഇല്ലാ ഫി ശഅബാൻ, എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന നോമ്പുകൾ അടുത്തു വരുന്ന ശഅബാനിലല്ലാതെ എനിക്ക് നോറ്റുവിട്ടാൻ സാധിച്ചിരുന്നില്ല. പണ്ഡിതന്മാർ പറയുന്നത് അത്ര മാത്രം വേണമെങ്കിൽ നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. അപ്പൊ നഷ്ടപ്പെട്ടിട്ടുള്ള നോമ്പുകൾ അത് നോറ്റ് വീട്ടേണ്ടുന്ന സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ മാസത്തിൽ 5, 6, 7 ദിവസങ്ങളൊക്കെ നോമ്പ് നഷ്ടപ്പെടുന്നവരുണ്ടാകും. ആ നഷ്ടപ്പെടുന്ന നോമ്പുകൾ നോറ്റ് വീട്ടേണ്ടതായിട്ടുണ്ട്. അത് ഒരു കുടുംബത്തിലെ ഒരു പരിശീലനം എന്നുള്ള നിലക്ക് ആ കുടുംബത്തിലുള്ള നമ്മുടെ പെൺകുട്ടികളെയും ഓർമ്മപ്പെടുത്തണം. ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുന്ന ആ സമയമെത്തുമ്പോഴേക്കും അവർക്ക് നോമ്പ് ഒഴിവാക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വരും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ സമയത്തുള്ള കുട്ടികൾക്കും നോമ്പ് നിർബന്ധമാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം നോമ്പ് നിർബന്ധമാണ്. ഞങ്ങൾ നോമ്പ് നോക്കൽ നിർബന്ധമാണ്. നമസ്കാരം ഒഴിവാകുന്നത് അത് നമസ്കരിച്ചു വീട്ടേണ്ടതില്ല. എന്നാൽ നോമ്പ് ഒഴിവാകുന്നത് നോറ്റി വീട്ടേണ്ടതാണ് എന്ന ബോധം നമ്മുടെ വീടുകളിലുള്ള പെൺകുട്ടികൾക്കും ഉണ്ടാവേണ്ടതുണ്ട്, ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാതാക്കളാണ്. ഒഴിവായി പോയിട്ടുള്ള നോമ്പുകൾ അവരെ കൊണ്ട് നോൽപ്പിക്കേണ്ടതുണ്ട്. ഈ നോമ്പ് കടമായി കൊണ്ട് നമ്മൾ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ വളരെ വലിയ അപകടമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നോമ്പ് കടമായി കൊണ്ട് മരിച്ചാൽ സ്വാമഅൻഹു വലിയ്യുഹു, അവന്റെ വലിയ്യ്, ഭൂമിയിലുള്ള വലിയ്യ് ആരാണോ അവരത് നോറ്റുവിട്ടേണ്ടതാണ്. അത് വേറൊരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് പ്രവാചകരെ, അപ്പൊ നോമ്പ് ഒഴിവായി പോയിട്ടുണ്ട്, ഞാനത് വീട്ടണമോ? അപ്പോ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മാക്ക് കടമുണ്ടെങ്കിൽ നീ അത് വീട്ടാറില്ലേ? ഓ തീർച്ചയാണ് അത് വീട്ടേണ്ടതുണ്ട്. അപ്പോ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ ആ കടം അള്ളാഹുവിനെ ഈ ഭൂമിയിലുള്ള കടം വീട്ടുന്നതിനേക്കാൾ വീട്ടേണ്ടത് അള്ളാഹുവുമായിട്ടുള്ള കടമാണ്. അതുകൊണ്ട് നോമ്പ് നിർബന്ധമായി കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് വീട്ടേണ്ടത്
ബാക്കിയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ മാസം ഒരു പ്രാധാന്യം അർഹിക്കുന്ന മാസമാണ് എന്നും നോമ്പുകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്ന ഈ മാസത്തിൽ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കുവാനും അങ്ങനെ ആ ഒരു പുതിയ മനസ്സോടുകൂടി റമളാനിലേക്ക് കടക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഊസീകും ഇബാദുല്ലാഹി വ നഫ്സി താനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാളുകളുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങളിൽ അവരാൽ ഉണ്ടാകുന്ന വിടവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നികത്തിക്കൊടുക്കുമാറാകട്ടെ. മനസ്സമാധാനം നിറഞ്ഞ ഒരു ജീവിതം തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കുടുംബങ്ങൾക്ക് മനഃശക്തി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞ് ഖബറിൽ കിടക്കുന്ന ആ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിനെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരിൽ ഒരാൾ പള്ളിയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അല്പം സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന്, ആ ബന്ധുക്കളിൽ നിന്ന് അവർക്ക് വേണ്ടി അത് സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി അവർക്ക് നൽകുമാറാകട്ടെ. അതുപോലെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ ബന്ധുക്കളും അല്പം സംഖ്യ പള്ളിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും അത് സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം അവർക്ക് പൂർണ്ണമായി നൽകുമാറാകട്ടെ. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 2 വർഷത്തിലധികമായി നിങ്ങളുടെ ഈ മഹല്ലിലെ ഖതീബായിക്കൊണ്ട് ഞാൻ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. വളരെ ദൂരത്ത് നിന്നാണ് ഞാൻ വരുന്നത്. കോഴിക്കോട്ട് നിന്നും വീണ്ടും ട്രെയിൻ ഇറങ്ങി ഒരു 30 കിലോമീറ്റർ വീണ്ടും യാത്ര ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എൻ്റെ ഖതീബ് എന്ന സേവനം ഈ ആഴ്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ഞാൻ ഖുത്ബകളിൽ നിർവഹിച്ചിട്ടുള്ള വിഷയങ്ങൾ അത് ആദ്യാവസാനം കേട്ടവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ പൂർണ്ണമായ പ്രമാണങ്ങളോടുകൂടി, തെളിവുകളോടുകൂടി, ആയത്തുകളും ഹദീസുകളും അല്ലെങ്കിൽ ചരിത്രങ്ങളാണെങ്കിൽ അതിൻ്റെ കൃത്യമായ തെളിവുകളോട് കൂടിയിട്ടാണ് വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിച്ചിരുന്നത്. ഒരാഴ്ച ജുമാ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഇന്ന് എന്തായിരുന്നു ഖുതുബ, ജുമായുടെ വിഷയം എന്ന് ചോദിച്ചാൽ ഇന്നതായിരുന്നു, അതിൽ ഇന്നതൊക്കെ പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ രൂപത്തിലാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് 2 വർഷക്കാലം കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇനി എനിക്ക് നിങ്ങളെ ഉപദേശിക്കുവാനുള്ളത്, ജുമുഅ എന്നുള്ളത് ഒരു ചടങ്ങാക്കി മാറ്റരുത്. അത് നേരത്തെ പള്ളിയിൽ വരികയും മഹല്ലിലുള്ള മുഴുവൻ ആളുകളും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി പള്ളിയിലെത്തുകയും ചെയ്യും. ഒരു രീതിയിലേക്ക് എല്ലാവരും മാറേണ്ടതുണ്ട്. ഇത് സൗകര്യം കിട്ടുമ്പോൾ വരേണ്ട ഒരു ഏർപ്പാടല്ല എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തത്, ഞാൻ പലപ്പോഴും ജുമാ ഖുതുബകളിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന സ്ത്രീജനങ്ങളുടെ പങ്കാളിത്തം ജുമാകളിൽ വളരെ കൂടുതലായിട്ടുണ്ടാവണം. കാരണം അവരാണ് നമുക്ക് സമാധാനം നൽകുന്നത്. പുരുഷന്മാരായ ആളുകൾക്കും സമാധാനം നൽകുന്നത്. എവിടെ നിന്നാണ് സന്തോഷവും സമാധാനവും ഉണ്ടാവേണ്ടത്? അത് അങ്ങാടികളിൽ വെച്ചുകൊണ്ടല്ല, നമ്മളെ കൂട്ടുകാർ തമ്മിൽ കൂട്ടുകൂടുമ്പോഴല്ല. ആ സമാധാനം ഉണ്ടാകേണ്ടത്, സന്തോഷം ഉണ്ടാവേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്, വീടുകളിൽ നിന്നാണ്. ആ സമാധാനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഇസ്ലാമികമായ ബോധം ഉണ്ടാകണം, ചിന്തയുണ്ടാകണം. അതുകൊണ്ട് വീടുകളിലുള്ള മുഴുവൻ ആളുകളും, പള്ളിയിൽ വരാൻ കഴിയുന്ന മുഴുവൻ സ്ത്രീകളും
പള്ളികളിലേക്ക് ജുമാക്ക് വേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അതല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഒരു പക്ഷേ ജുമാക്കൊക്കെ വന്ന് നല്ല കാര്യങ്ങളൊക്കെ കേട്ട് ചില കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് വിചാരിക്കുമ്പോൾ പലപ്പോഴും കുടുംബത്തിന്റെ അടുക്കൽ നിന്ന്, നമ്മുടെ ഭാര്യയുടെ അടുക്കൽ നിന്ന്, പെൺമക്കളുടെ അടുക്കൽ നിന്ന്, അത്തരത്തിലുള്ള ആളുകളിൽ നിന്നായിരിക്കും സമ്മർദ്ദം ഉണ്ടാവുക. അങ്ങനൊന്നും പോരാ, നാട്ടുനടപ്പ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന നിർബന്ധം പലപ്പോഴും ഭാര്യമാരുടെയോ സ്ത്രീജനങ്ങളുടെയോ അടുക്കുന്നായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ടൊക്കെ ചാലി കൊടുക്കുകയല്ലാതെ നിർവാഹമുണ്ടാകില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർക്ക് ഇങ്ങനെ ദീനീ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടോ ജുമായിലോ മറ്റു കാര്യങ്ങളിലോ പങ്കെടുത്തുകൊണ്ടോ അവർക്കൊരു ശീലമില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഏറ്റവും നല്ല ഇസ്ലാമികമായ ജാഗരണം ഉണ്ടാകണമെങ്കിൽ ആഴ്ചകൾ തോറും നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺകുട്ടികൾ അവരെല്ലാവരും പള്ളികളിൽ വന്നുകൊണ്ട് ജുമായിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം എന്നതാണ്. അതും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുക്കുന്നു. അടുത്ത ഒരു കാര്യം പറയുവാനുള്ളത്, ഈ നമ്മുടെ നാട്ടിലൊക്കെ +2 കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ, PG കഴിഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമായി. ഇപ്പൊ ഈ അടുത്തൊക്കെ ഒരുപാട് PSC വിളിച്ചിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരുപാട് PSC വിളിച്ചിട്ടുണ്ട്. ഈ അത്തരത്തിലുള്ള PSCകളിലേക്ക് ഞാൻ PSC എഴുതാണ്, ഞാൻ PSC കോച്ചിങ്ങിന് പോവാണ്, എന്താ ചെയ്യുന്നത്, ഞാനത് പഠിച്ചു, ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കച്ചവടമാണ്, അത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാം. എന്നാൽ നീ എന്ത് ചെയ്യുന്നു, ഞാൻ PSC കോച്ചിങ്ങിന് പോവാണ് എന്ന് പറയുന്ന ആരെയും കാണുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഓരോ വീടുകളിലും ഒന്നിലധികം കുട്ടികൾ ആ PSC കോച്ചിങ്ങിന് പോയി പലതരത്തിലുള്ള സർക്കാർ ജോലികളിൽ ഏർപ്പെടാൻ അവരവരുടെ കഴിവുകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ട്. വളരെ കാര്യമായും കമ്മിറ്റിയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരും സംഘടനാ പ്രവർത്തകരും എല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഭാഗ്യമാണ്. മുസ്ലിം സംഘടനകളിൽ തന്നെ ചില സംഘടനകൾ IAS IPS വരെ കോച്ചിങ് കൊടുത്തിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കേഡറുകളിൽ നിന്ന് IPS ഒക്കെ ആയി രംഗത്ത് വരുന്നവർ ഇവിടുത്തെ മുസ്ലിം സംഘടനകളിൽ ചില ആളുകളുടെ നേതൃത്വത്തിൽ വളർന്നവരാണ് എന്ന് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. ആ രൂപത്തിൽ നമ്മുടെ മഹല്ലിലും അത്തരത്തിലുള്ള സംരംഭങ്ങൾ മഹല്ല് കമ്മിറ്റിയുടെ വകയായിക്കൊണ്ട് സംഘടനകളുടെ വകയായിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥയുണ്ടാകണം. അതുപോലെ തന്നെ ഖുർആൻ ലേണിംഗ് ക്ലാസുകൾ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിൽ ഒരു 10, 15, 20 ആളുകളൊക്കെ ഉണ്ടാവുക എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറമുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നില്ല. സൗകര്യമുള്ള ആളുകളൊക്കെ അതൊരു വെളിച്ചമാണ്, ഖുർആൻ ഒരു വെളിച്ചമാണ്, എനിക്കത് നേരിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അത് കേട്ടിരുന്നാൽ തന്നെ ഒരു ഭാഗ്യമാണ്, സൗഭാഗ്യമാണ് എന്ന ഒരു ആലോചനയിൽ അത്തരത്തിലുള്ള ക്ലാസുകളിലുമെല്ലാം പങ്കാളികളാവാൻ ആണ് പുരുഷന്മാരും സ്ത്രീകളും. പല സ്ഥലത്തും നടക്കാതെ പോകുന്നത് പുരുഷന്മാരുടെ ക്ലാസുകളാണ്. ആ ക്ലാസുകളും സ്ത്രീകളുടെ ക്ലാസുകളും ആ ഖുർആൻ ലേണിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസുകൾ നടത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ ഇസ്ലാമികമായ ബോധവും ചിന്തയും നിലനിർത്തുന്ന ഒരു സമൂഹമായി, തലമുറയായി, മഹല്ലായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായി എൻ്റെ ഈ അവസാന നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ശഅബാൻ മാസത്തിൽ പൂർണ്ണമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ആ നബിയുടെ അടുക്കലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അവനിലേക്ക് ഉയർത്തപ്പെടുകയും അങ്ങനെ അവനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു വേള ഞങ്ങളെക്കാൾ പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചാണ് റബ്ബേ. അവർ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നവരാകാം, മരിച്ചുപോയവരാകാം, രണ്ടായിരുന്നാലും അവർ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഉറക്കമൊഴിച്ചത്, ഞങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞത്. സർവാധിനാഥനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ആ ജീവിതത്തിന്റെ നട്ടോട്ടത്തിനിടയിൽ എവിടെയെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ
പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണാവാരിധിയായ റബ്ബേ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഭാര്യാഭർത്താക്കന്മാരും സ്നേഹജനങ്ങളും അവർ ഒറ്റക്കൊറ്റക്ക് ഓരോ ഖബറുകളിലാണ് റബ്ബേ. അല്ലാഹുവേ നീയാണ് അവർക്ക് തുണ, നീയാണ് അവർക്ക് രക്ഷ. അല്ലാഹുവേ അവിടെ ഖബറിനെ നീ വെളിച്ചമുള്ളതാക്കണമേ റബ്ബേ. അവിടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു കവാടം നിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അവിടെ ഖബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഖബറാളികളായ അങ്ങനെയുള്ള ആളുകളെ നീ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന കുടുംബാന്തരീക്ഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് പരസ്പരം സ്നേഹവും സന്തോഷവും കളിയാടുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗികളായ ഒരുപാട് ആളുകൾ ഈ ജുമഅയുടെ സദസ്സിലും അതുപോലെ തന്നെ വീടുകളിലുമെല്ലാം ഉണ്ട്. അല്ലാഹുവേ അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ പ്രായാധിക്യത്തിന്റെ വിഷമതകളാൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നീ കരുണാമയനാണ്, സ്നേഹസ്വരൂപനാണ്, അജയ്യനാണ്. നിന്നോട് ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. അതുകൊണ്ട് റബ്ബേ ആ പ്രായാധിക്യത്തിന്റെ വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോട് കൂടി ജീവിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ട് നിന്നെ കണ്ടുമുട്ടുന്ന സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ സ്വർഗാവകാശികളായ വിശ്വാസിനികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.